നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കാൻ പോകുന്നത് ലീഗന്മാരുടെ വോട്ടിലാണ്. എന്തുകൊണ്ടെന്നല്ലേ, ലീഗിലെ പല നേതാക്കന്മാരും മാനസികമായി ആഗ്രഹിക്കുന്നുണ്ട് സ്വരാജാണ് നിലമ്പൂരിൽ നിന്ന് ജയിക്കേണ്ട കാൻഡിഡേറ്റ്. കാര്യം അദ്ദേഹത്തിന്റെ മതേതരത്വ നിലപാടുകൾ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകവും. ഒപ്പം നേരത്തെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പലസ്തീൻ വിഷയത്തിലും പെഹൽഗാം വിഷയത്തിലൊക്കെ സ്വീകരിച്ച നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല നേതാക്കന്മാരും പുറമെ പറയുന്നില്ലെങ്കിലും ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 24 ചാനൽ ചർച്ചയിൽ ഷാഫി ചാലിയം പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ ലീഗിന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള വഹാബ് സാഹിബ് ഒരു വാചകം ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം സ്വരാജ് നിലമ്പൂരിൽ എത്തിയതിനു ശേഷമുള്ള റോഡ് ഷോയിൽ സ്വരാജിനെ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സന്തോഷവും തിരിച്ച് അദ്ദേഹം സ്വരാജിനോട് കൈ കാണിക്കുകയും അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്നതിലുള്ള ആ പ്രകടനത്തിലുണ്ട് എത്രമാത്രം സ്വരാജ് ലീഗ് നേതാക്കന്മാർക്ക് സ്വീകാര്യനാണ് എന്നുള്ള കാര്യം. ഒരു നാട്ടുകാരൻ നിലക്ക് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു സ്വരാജ് ഇവിടെ മത്സരിക്കുന്ന നാട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടേ നിർത്തിയ തൃപ്പൂണിത്തുറയിലൊക്കെയാണ്. ഒരു നാട്ടുകാരൻ നിലക്ക് ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നു സ്വരാജ് ഇവിടെ മത്സരിക്കുന്ന നാട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടേ നിർത്തിയ തൃപ്പൂണിത്തുറയിലൊക്കെയാണ്. അപ്പോ പറഞ്ഞ വാചകങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ജയിക്കാൻ പോകുന്നത് ആരുടെ വോട്ടിലാണ്? അതെ, 100% ലീഗ് വോട്ടുകൾ സ്വരാജിന് തന്നെ കിട്ടാൻ സാധ്യത ഒരുങ്ങാണ്.